guys, welcome back to my channel. This is an unboxing video. നമ്മൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അൺബോക്സിംഗ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ഫസ്റ്റ് വന്നിട്ട് ഒരു ട്രൈപോഡ് സ്റ്റാൻഡാണ്. 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് ട്രൈപോഡ് സ്റ്റാൻഡാണ്. ഇതൊക്കെ പക്ഷെ ഞാൻ എന്നത്രയും മേടിച്ചത് എനിക്ക് പറഞ്ഞൂടാ. എന്നാലും ഇരിക്കട്ടെ, ഒരു വഴിക്ക് നമ്മൾ പോവല്ലേ. അടുത്ത വന്നിട്ട് ഒരു ജെയിൻറ്റ് സ്പീക്കറാണ്. കഴിഞ്ഞ വീഡിയോക്കകത്ത് കണ്ടത് നമ്മൾ ചൈന ചേച്ചിനെ പറ്റിച്ച് പാവൻ ചേച്ചി. ഇതിന് കൂടുതലൊരു മൈക്കും കൂടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആട്ടെ ചേച്ചി വേറും തുച്ഛമായ വിലയ്ക്ക് നമുക്ക് തരേണ്ടി വന്നു. എങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. പൊട്ടനും പോയി പണ്ടനും പോയി പോട്ടും കിട്ടി. സംഭവം നിസ്സാരക്കാരനല്ല, അവന് നല്ല ലൈറ്റും വെട്ടവും നല്ല ഒച്ചയും ബഹളവും ഒക്കെ ഉള്ളവനാ. അടുത്തവനും വന്നിട്ട് 2 കുഞ്ഞാപ്പി കോഴിമുട്ട സ്പീക്കർ. ഇത് ഞങ്ങൾ വേണ്ട 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 എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കേണ്ട ഞങ്ങളുടെ തലയിലേപ്പിച്ച്, ഞങ്ങൾ പോരുന്നതിൻ്റെ തൊട്ടുമുമ്പ്, നമ്മൾ ട്രെയിൻ കയറിൻ്റെ തൊട്ടുമുമ്പ് ഞങ്ങളുടെ തലയിലേപ്പിച്ച് വിട്ട സാധനമാണ് ഇത്. പക്ഷെ ഇവൻ സെറ്റാട്ടാ, മറ്റവനേക്കാളും അടിപൊളി ഇവന്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഒരു കേസ്റ്റിഫൈഡ് ഒരു ഫോൺ കേസാണ്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇത് പക്ഷേ എനിക്ക് കിട്ടിയ വെറും 20 RMB. വീണ്ടും ഒരു ട്രൈപോഡ് സ്റ്റാൻഡ്, പക്ഷേ ഇത് 360 അല്ല കേട്ടോ. ഈ ട്രൈപോഡ് സ്റ്റാൻഡ് എല്ലാം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ എൻ്റെ മലയാളി. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഐ വാച്ചിൻ്റെ സ്ട്രാപ്പാണ്. ഇത് പക്ഷേ എൻ്റെ അനിയൻ്റെ ആട്ടോ. ഇത് വെറും 20 RMB കിട്ടിയിട്ട് പൊന്നി നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അവിടുത്തെ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈശ്വരാ. പിന്നെ വന്നിട്ട് കുറേ ഡ്രസ്സുകളുണ്ട്, കുറേ ഡ്രസ്സ്. ഇതൊക്കെ വെറും തുച്ഛമായ വിലയൊക്കെ ആയിട്ടോ കിട്ടുന്നത്. 100-ന് 3, 100-ന് 4 അങ്ങനെയൊക്കെ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അടുത്ത വന്നിട്ട് ഡൈസൻ്റെ 5-in-1 കോംബോ ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ഇതൊക്കെ എത്ര നാൾ ഓടും എന്നുള്ളതിൽ എനിക്ക് നോ ഗ്യാരണ്ടി. ഇത് കണ്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടോ ഒറിജിനലായിട്ടോ തോന്നുന്നുണ്ടോ? എല്ലാത്തിൻ്റെയും എക്സാക്ട് ഡ്യൂപ്പ് നമുക്ക് ചൈനയിൽ കിട്ടും, എല്ലാത്തിൻ്റെയും. ഇത് അനിയന് കണ്ടപ്പോൾ അവന് വേണം, അങ്ങനെ മേടിച്ചാണ്. കണ്ട ആരെങ്കിലും പറയൂ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും? ഇല്ല. എൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത്രയൊക്കെ ഞങ്ങൾ മേടിച്ചുള്ളൂ. നമുക്കിത് മേടിക്കാനാണെങ്കിൽ നമുക്കിങ്ങനെ അതുപോലെ സാധനങ്ങൾ നമുക്ക് ഏതെടുക്കാണ്ട് നമുക്ക് കൺഫ്യൂഷനും. അതുപോലത്തെ സാധനങ്ങളാണ് ഗൈസ്. അതുപോലെയാണ് ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. എക്സാക്ട് കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഒറിജിനൽ വെല്ലുന്ന സാധനങ്ങൾ, ഒരു വേർഡിനോ ഒരു സിമ്പിളിനോ പോലും വ്യത്യാസം ഇല്ലാണ്ടാണ് അവിടെ സാധനങ്ങൾ. എന്തും കിട്ടും. ഈ കേസ്റ്റിഫൈ എന്നൊക്കെ ഞാൻ പറയും. കേസ്റ്റിഫൈക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കേസ്റ്റിഫൈ. പക്ഷെ അതിനൊക്കെ ഇവിടുത്തെ ഹോങ്കോങ്ങിലെ റേറ്റ് എന്ന് പറയുന്നത് 450 മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്കൊക്കെ ഇത് കിട്ടിയത് വെറും 20 RMB. അതുപോലെ ഡൈസന്റെ ഇവിടുത്തെ വില $4000. അത് കിട്ടിയത് വെറും 150. നമുക്ക് കണ്ടു കഴിയുമ്പോ ഓ മൈ ഗാഡ്, ഇവിടെ ആരുമില്ലേ? ആരുമില്ല, കേറി പോരെ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാൻ അവിടുത്തെ പ്രതിഷ്ഠ വായിലാക്കുന്നില്ല അപ്പൻ. അതുപോലെ നമ്മളൊന്നും നമുക്കിങ്ങനെ വിശ്വസിക്കാനേ പറ്റില്ല. നമുക്ക് ഏത് മേടിക്കണം മേടിക്കണ്ട. അയ്യോ ലാസ്റ്റ് ഞങ്ങൾ ഇത്രയൊക്കെ മേടിച്ചുള്ളൂ. ഒറിജിനൽ എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒറ്റ കാര്യമുള്ളൂ, ബാർഗെയിൻ ചെയ്യാൻ അറിയാവോ എന്നാൽ നിങ്ങളുടെ സാധനം കിട്ടിയിരിക്കും. അവർ 100 പറഞ്ഞാൽ നമ്മൾ 10-ന് മേടിക്കണം. അത്ര കാര്യമുള്ളൂ. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ് ഗൈസ്, വളരെ സിമ്പിളാണ്. ഒരിക്കലെങ്കിലും ചൈനയിൽ പോകണം, ചൈന മാർക്കറ്റ് വിസിറ്റ് ചെയ്തിരിക്കണം. അതൊരു വല്ലാത്തതാട്ടോ. നമ്മൾ ഈ ഒറിജിനലൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇത് ശരിക്കും ചില സമയത്ത് ഇപ്പൊ ചൈനക്കാരെ കാണും, ഇപ്പൊ നമുക്ക് ശരിക്കും ഇത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് ഇങ്ങനെ ഡൗട്ട് വരും. അതാണിപ്പം. And that's the end of my video, and this is the end of my unboxing. So bye guys, thanks for watching. Please do like, share and subscribe.